നരീക്കാംവള്ളിയിൽ തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടം. പ്രദേശവാസിയായ KPV ഗോവിന്ദന്റെ വീടിന് മുകളിലേക്ക് കൂറ്റൻ മാവ് ഒടിഞ്ഞു വീണു. അപകടത്തിൽ വീടിന്റെ മുൻഭാഗത്തെ ഷീറ്റും മേൽക്കൂരയിലുണ്ടായിരുന്ന വാട്ടർ ടാങ്കും പൂർണ്ണമായും തകർന്നു. തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ കാറ്റിലും മഴയിലും നരീക്കാംവള്ളിയിൽ വൻ നാശനഷ്ടം. KPV ഗോവിന്ദന്റെ വീടിന് മുകളിലേക്ക് വലിയ മാവ് പൊട്ടിവീണതിനെ തുടർന്ന് വീടിന്റെ മുൻഭാഗത്തെ ഷീറ്റും വീടിന് മുകളിലുണ്ടായ വാട്ടർ ടാങ്കും പൂർണ്ണമായും തകർന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട 2 പുതിയ ഇരുചക്രവാഹനങ്ങളും തകർന്നിട്ടുണ്ട്. സമീപ പ്രദേശത്തെ വലിയ തേക്ക്, കുരുമുളക്, വാഴ തുടങ്ങിയ കൃഷികളും നശിച്ചു. കാറ്റുവീശിയ സമയത്ത് വീട്ടുമുറ്റത്തുണ്ടായിരുന്ന KPV ഗോവിന്ദൻ കാറ്റിന്റെ ശബ്ദം കേട്ട് വീടിനകത്തേക്ക് കയറിയതിനാൽ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സമീപത്തെ 3 ഇലക്ട്രിക് പോസ്റ്റും പൂർണ്ണമായും തകർന്ന വെള്ളമൊഴുകിപ്പോകുന്ന സ്ഥലത്തേക്ക് വീണിരുന്നു. പഴയങ്ങാടി ഇലക്ട്രിക് ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് ലൈൻ ഓഫാക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. നരീക്കാംവള്ളിയിലെ മൂലക്കാരൻ തമ്പാന്റെ വീട്ടുപറമ്പിലും കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. CPIM മാടായി ഏരിയ സെക്രട്ടറി M ശ്രീധരൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി MV രാജീവൻ, കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി AV രവീന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി KC തമ്പാൻ മാസ്റ്റർ, MV സന്തോഷ് തുടങ്ങിയവരും കൃഷിവകുപ്പ്, റവന്യൂ വകുപ്പ്, പഞ്ചായത്ത് മേഖലകളിലെ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. നരീക്കാംവള്ളി പ്രദേശത്ത് ഇന്നലെ ഉണ്ടായിരുന്ന ഈ കാറ്റിലും അതുപോലെ തന്നെ മഴയിലും കർഷകർക്കും മറ്റുള്ളവർക്കെല്ലാം വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വീടിന് വലിയ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം അധികൃതർ ഒന്ന് നോക്കി കണ്ട് കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് കർഷക സംഘത്തിനു വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അടിയന്തര സഹായം അനുവദിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. കാർഷിക വിളകൾക്ക് നാശനഷ്ടമുണ്ടായാൽ കർഷകർ നഷ്ടപരിഹാരത്തിനായുള്ള അപേക്ഷ കൃഷിഭവനിൽ നൽകണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.